കോഴിക്കോട് ചാത്തമംഗലത്ത് സ്കൂൾ വിദ്യാർത്ഥിനികളെ ലൈംഗികമായി പീഡിപ്പിച്ച അധ്യാപകനെതിരെ നേരത്തെയും പരാതി ലഭിച്ചിട്ടും നിയമ നടപടിയെടുക്കാതെ വിദ്യാഭ്യാസ വകുപ്പ്. അധ്യാപകന്റെ ക്ലാസ്സിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കാൻ ഭയമാണെന്ന് കാണിച്ച് PTA 1 മാസം മുൻപ് കോഴിക്കോട് DDEക്ക് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. നേരത്തെ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിരുന്നുവെന്നും മാപ്പ് പറഞ്ഞതോടെ തിരിച്ചെടുക്കുകയായിരുന്നുവെന്നും DDE രക്ഷിതാക്കളോട് സമ്മതിക്കുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. 9 വിദ്യാർത്ഥികളെ ലൈംഗികമായി ചൂഷണം ചെയ്ത കേസിൽ അറസ്റ്റിലായ അധ്യാപകൻ ജനാർദ്ദനൻ 1.5 വർഷം മുൻപാണ് ചാത്തമംഗലത്തെ സ്കൂളിലെത്തിയത്. ഈ അധ്യാപകനെതിരെ കഴിഞ്ഞ 1 മാസം മുൻപ് സ്കൂൾ PTA ചേർന്ന് എഴുതി തയ്യാറാക്കിയ പരാതി കോഴിക്കോട് DDE ഗിരീഷ് ചോലയിലിന് നൽകി. പറയാൻ കൊള്ളാത്ത കാര്യങ്ങൾക്ക് ഒരുപാട് തവണ സസ്പെൻഷൻ ലഭിച്ച വ്യക്തിയാണ് ജനാർദ്ദനൻ എന്ന അധ്യാപകനെന്ന് പരാതിയിൽ പറയുന്നു. ഈ അധ്യാപകന്റെ ക്ലാസ്സിലേക്ക് കുട്ടികളെ അയക്കാൻ ഭയമാണെന്നും പരാതിയിൽ വ്യക്തമാക്കി. പക്ഷേ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയുമുണ്ടായില്ല. DDEക്ക് പരാതി നൽകിയെങ്കിലും ഫലമില്ലെന്ന് കണ്ടതോടെയാണ് രക്ഷിതാക്കൾ ചൈൽഡ് ലൈനെ വിവരമറിയിച്ചത്. ഇതേ തുടർന്നാണ് അധ്യാപകനെതിരെ കേസ് ചാർജ് ചെയ്യുകയും അറസ്റ്റ് നടക്കുകയും ചെയ്തത്. എന്നാൽ ഇതിന് 9 വിദ്യാർത്ഥികൾക്ക് പീഡനമേൽക്കേണ്ടി വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വന്നു. അധ്യാപകനെതിരെ നേരത്തെയും പരാതി ലഭിച്ചിരുന്നുവെന്നും ക്ഷമ പറഞ്ഞപ്പോൾ ജോലിയിൽ തിരിച്ചെടുക്കുകയായിരുന്നുവെന്നുമാണ് സ്കൂളിലെ രക്ഷിതാക്കളോട് DDE വിശദീകരിച്ചത്. ഇങ്ങനെ ഓരോരുത്തർക്ക് ചാൻസ് കൊടുക്കാനുള്ള സാധനങ്ങളൊന്നും അല്ലല്ലോ, ഇങ്ങനെ ഓരോരുത്തർക്ക് ചെയ്യാനുള്ള പരീക്ഷണം നടത്താനുള്ള വസ്തുക്കളൊന്നും അല്ലല്ലോ കുട്ടികൾ ആണോ? അയാളെ സസ്പെൻഡ് ചെയ്തതൊക്കെ ഞങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. ഞങ്ങൾ പരാതി കൊടുത്തിട്ടാണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ ആള് വന്നതും ഒക്കെ ഞങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരാളെ വെച്ച് കൊണ്ടുവരുന്നത്? അയാൾക്ക് എക്സ്ക്യൂസ് കൊടുക്കുക, മാപ്പ് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് വെക്കാൻ പറ്റിയ ഒരാളാണോ? ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, അയാൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അടിയന്തരമായിട്ട് ആളെ സസ്പെൻഷൻ ചെയ്തത്. പരാതി വന്ന ഒരു അധ്യാപകനെ പിന്നെ നിർത്തിയാളാണ്. അയാളുടെ ദയാഹർജിയും അയാളുടെ കുടുംബക്കാരും ദയ ഒക്കെ പറഞ്ഞ് അവസാനം ഞാൻ അറ്റ കഴിക്കാണ്ട് നിങ്ങൾക്ക് ഇനി ഒരിക്കലും ഇത്തരത്തിൽ പ്രവൃത്തി ചെയ്യാൻ പാടില്ല എന്ന് ശക്തമായ വാണിംഗിലാണ്. കുട്ടികൾക്കെതിരെ ലൈംഗിക ചൂഷണം നടക്കുന്നുവെന്ന് സ്കൂളിലെ അധ്യാപകർക്കും വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും ബോധ്യമുണ്ടായിട്ടും എന്തുകൊണ്ട് നിയമ നടപടിയുണ്ടായില്ലെന്ന ചോദ്യമാണ് ഉയരുന്നത്. പീഡന വിവരം അറിഞ്ഞിട്ടും നടപടിയെടുക്കാതിരിക്കുന്നതും പോക്സോ നിയമപ്രകാരം കുറ്റകരമാണ്. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18 കോഴിക്കോട്.